SSLC എക്സാമിന് മുന്നോടിയായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് റിമൈൻഡർ 3 or 8 when divided by 10. എന്താ പറഞ്ഞത്? 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഓ 8ഓ ശിഷ്ടം കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ സമാന്തര ശ്രേണി എഴുതുക. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനെ പറ്റി ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മളെല്ലാവരും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത് 10നേക്കാൾ വലിയൊരു സംഖ്യ എടുക്കാനാണ് സാധ്യത, അല്ലെ? ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 15, എന്നിട്ട് അതിനെ 10 കൊണ്ട് ഹരിക്കുക. അതിൽ വേറെ 38, അതിനെ 10 കൊണ്ട് ഹരിക്കുക. അങ്ങനെ ഏതെങ്കിലും നാച്ചുറൽ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ആൻസർ അല്ല നമ്മുടെ വിഷയം, ശിഷ്ടം, റിമൈൻഡർ എന്താണെന്നുള്ളതാണ് വിഷയം. ഇവിടെ 3 വട്ടം 30, റിമൈൻഡർ 8, അല്ലെ? ശിഷ്ടമാണ് നമ്മുടെ വിഷയം, അല്ലാതെ എന്തല്ല, നമുക്ക് ആൻസർ അല്ല. ഇങ്ങനെ റിമൈൻഡർ 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന, ശിഷ്ടം 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാണ് ചോദ്യം. അപ്പൊ എല്ലാവരും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ 10 കൊണ്ട് ഹരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ 11ഓ 12 ഒക്കെ വെച്ചിട്ട് ആലോചിക്കുക. 10നേക്കാൾ വലിയ നമ്പറിലേക്ക് പോകും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സീക്വൻസ്, ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങൾ എവിടെ നിന്നാണ് എഴുതി തുടങ്ങണ്ടേ? നമുക്കറിയാം 3 റിമൈൻഡർ വരുന്ന എവിടെയാണോ അവിടെ നിന്നാണ്. 3 ശിഷ്ടം കിട്ടുന്ന ആദ്യത്തെ നമ്പർ ഏതാ നോക്കണം, അല്ലെ? അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്നാണല്ലോ. ഓക്കെ, 10 കൊണ്ടാണല്ലോ ഡിവൈഡ് ചെയ്യണ്ടേ. അതിന്റെ അർത്ഥം 10നേക്കാൾ വലുതിൽ നിന്ന് തുടങ്ങണം എന്നല്ല. ഇപ്പോ 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കുറെ പേരുടെ ലോജിക്കൽ പ്രശ്നം. ഇല്ല, പറ്റില്ല, ശരിയാണ്. പക്ഷേ 1നെ 10 കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ശിഷ്ടം അഥവാ റിമൈൻഡർ എന്ന് പറയുന്ന 1 തന്നെയാണ്. ഓക്കെ, ഹരിക്കാൻ തന്ന നമ്പർ 10, ഡിവൈഡ് ചെയ്യാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ആ നമ്പറിനേക്കാൾ ചെറിയൊരു നമ്പറാണ് ഹരിക്കപ്പെടേണ്ടത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഹരിക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല, ഡിവിഷൻ നോട്ട് പോസിബിൾ. അപ്പൊ മനസ്സിലാക്കുക, ആ നമ്പർ തന്നെ ആയിരിക്കും അതിന്റെ റിമൈൻഡർ അഥവാ ശിഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2നെ 10 കൊണ്ട് ഹരിച്ചാലോ? ശിഷ്ടം എന്താ? 2 തന്നെയാണ്. അപ്പോ ഒന്ന് മനസ്സിലായപ്പോ തന്നെ എന്താ, ഈ ഒരു സമാന്തര ശ്രേണി എവിടെന്നാ തുടങ്ങുന്നത്? എണ്ണൽ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 അല്ലെങ്കിൽ 8 കിട്ടണം. 3 ആണ് ആദ്യം കിട്ടുക. ഓക്കെ, 3 കിട്ടുന്ന സമാന്തര ശ്രേണി എവിടെന്നാ തുടങ്ങുന്നത്? 3ൽ നിന്ന് തന്നെയാണ്. കാരണം 3 10നേക്കാൾ ചെറുതാണ്. അപ്പൊ 3 തന്നെയാണ് ശിഷ്ടം, റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാ? 8 തന്നെയാണ്. കാരണം 3 അല്ലെങ്കിൽ 8ആണ് ശിഷ്ടം വരുന്നത്. 8ഉം 10നേക്കാൾ ചെറുതാണ്. അപ്പൊ റിമൈൻഡർ തന്നെയാണ്. അപ്പൊ അടുത്തത് ഏതാ? ഇവിടുത്തെ വ്യത്യാസം 5ആണ്. അപ്പൊ 13, 18 എക്സെട്ര. ഓക്കെ, കുറെ പേര് 13ൽ നിന്ന് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം 10നേക്കാൾ വലിയ സംഖ്യ തുടങ്ങുന്നത് 11. 11നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10, ശിഷ്ടം 1, റിമൈൻഡർ 1. 2 ആവുമ്പോ ശിഷ്ടം 2. അപ്പൊ 13 ആവുമ്പോ റിമൈൻഡർ 3. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഇനി എന്താ ചോദ്യം? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേംസ് ഓഫ് ദി സീക്വൻസ് ബൈ 5? ഇതിലെ ഏതെങ്കിലും ഒരു സീക്വൻസ്, ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക എന്ന് വെച്ചാൽ ഇതിലെല്ലാ ടേംസിനെയും 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് റിമൈൻഡർ കിട്ടും എന്നാണ് ചോദ്യം. ഓക്കെ, റിമൈൻഡർ ആണ്, വീണ്ടും ആൻസർ അല്ല. ഒന്ന് നോക്കിക്കേ, എന്താ വരിക? 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഞാൻ പറഞ്ഞു 5നേക്കാൾ ചെറുതാണ് 3. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഇനി 8/5 ചെയ്തേ, 1 വട്ടം 5, റിമൈൻഡർ 3. 13/5 ചെയ്തേ, 2 വട്ടം 10, മൈനസ് ചെയ്താൽ 3, അല്ലെ? അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 3. അപ്പൊ ആൻസർ കിട്ടിയില്ലേ? ഈസി. ഇനി എന്താ തേർഡ് ക്വസ്റ്റ്യൻ? എന്താ? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈസി അല്ലേ? എന്താ പറഞ്ഞേ? ഈ കിട്ടിയത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് തെളിയിക്കാൻ, അല്ലേ? അപ്പൊ ഇതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എങ്ങനെ തെളിയിക്കുക? ഈസി ആയിട്ട് ചെയ്യാലോ. എങ്ങനെ ചെയ്യാം? എങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ്? എന്താ സമാന്തര ശ്രേണി? ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കാനാണല്ലോ ക്വസ്റ്റ്യൻ, അല്ലേ? അപ്പൊ ഇതെന്താ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നമ്പറിന്റെ ഒപ്പം ഒരു നമ്പറിൽ നിന്ന് കോമൺ ആയിട്ട് ഒരേ നമ്പർ കൂട്ടി ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെ? അഥവാ അടുത്തടുത്തുള്ള 2 ടേംസ്, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കണം. അതിവിടെ അങ്ങനെയാണെന്ന് എഴുതി വെച്ചാൽ പോലെ. ഹിയർ ഇവിടെ 8 - 3 5ആണ്. പിന്നെ 13 - 8 5ആണ്. 18 - 13 5ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ ദ ഡിഫറൻസ് ബിറ്റ്വീൻ
ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ടേംസ് ആർ ഈക്വൽ. എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസം തുല്യമാണ് അല്ലെ? അങ്ങനെ ആവുകൊണ്ട് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാമായതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണി ആണ്. Therefore, it is a arithmetic sequence. എന്തുകൊണ്ടാണ്? അടുത്തടുത്തുള്ളതിന്റെ ഡിഫറൻസ് ഈക്വൽ ആവുന്നത്. ഓക്കെ ആണല്ലോ? അധികം എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് കരുതുന്നു. ഓക്കെ, ദെൻ അടുത്തത് എന്താ ചോദ്യം? ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാലോ, ഈസി. ഞാൻ ചോദ്യം ഒന്നും കാണിക്കുന്നില്ല, ഈസി ആയിട്ട് എന്താ ചോദ്യം? മീഡിയം കാണാനാണ്, മധ്യമം കാണാനാണ്. പക്ഷേ ABC ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, 1, 2, 3 ഉണ്ട്. ഓക്കെ, എന്താ വേണ്ടത്? ഇവിടെ കുറച്ച് പേരുടെ ഭാരം അഥവാ വെയിറ്റ് തന്നിട്ടുണ്ട്. 30 തൊട്ട് 40 വരെ 5 ആള്, 40 തൊട്ട് 50 വരെ 7 ആള്, അങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? മധ്യമം കാണണം. ബേസിക് ആയിട്ട് അതാണ് ആവശ്യം. പക്ഷെ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മീഡിയൻ അഥവാ മധ്യമം കാണാനാണല്ലോ. ഇത് ചോദ്യ പേപ്പറിൽ തന്ന 2 കാര്യം അല്ലെ, 2 കള്ളി എവിടെ തന്നിട്ടുണ്ട്? ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതെടുത്ത് വരയ്ക്കാണ് ഏറ്റവും നല്ലത്. പ്ലസ് നമ്മൾ അപ്പുറത്ത് 2 കള്ളി കൂടി, 2 ബോക്സ് കൂടി അധികം വരയ്ക്കണം. ഓക്കെ, അപ്പൊ 2 ബോക്സ് കൂടി വരച്ചാലോ? ഓക്കെ, അപ്പൊ 2 ബോക്സ് കൂടി വരച്ചു. ഈ 2 ബോക്സിൽ എന്താ എഴുതണ്ടേ? ഇതിന്റെ ഹെഡിങ് സെയിം ആണ്. ഇവിടെ എന്താ എഴുതിയോ അത് തന്നെയാണ് അപ്പുറത്തും വേണ്ടത്. ഓക്കെ, അപ്പൊ ഹെഡിങ്ങിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് അതേപോലെ എഴുതി. ഇനി എഴുതാൻ ശ്രദ്ധിക്കാം. പലയിടത്തും ചിലപ്പോൾ പല രീതിയിൽ എഴുതലുണ്ട്. നമ്മൾ എഴുതേണ്ടത് എന്താ വെച്ചോ? ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളത്തിൽ എഴുതേണ്ടത് എന്താ? ഈ സൈഡില്ലേ, ഈ സൈഡ് അതാണ് എഴുതിച്ചാൽ അതെങ്ങനെ എഴുതിക്കുക? അപ് ടു എന്നിട്ടിട്ട്, അഥവാ വരെ, അതുവരെ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ ലെസ് ദാൻ ഇട്ടിട്ട്, എന്ത് അതിനേക്കാൾ കുറവ് എന്നുള്ള അർത്ഥത്തിൽ. അപ് ടു ഇട്ടാലും കുഴപ്പമില്ല, ലെസ് ദാൻ ഇട്ടാലും കുഴപ്പമില്ല, അതുവരെ എഴുതിയാലും കുഴപ്പമില്ല, കുറവ് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ, എന്ത് വരെ? ഞാൻ എഴുതുമ്പോൾ അപ് ടു 40 എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. മലയാളത്തിലോ 40 വരെ. അങ്ങനെ കേട്ടത് എന്താ? അപ് ടു 50. മലയാളത്തില് 50 വരെ. അപ്പൊ 50 2 ഭാഷക്കാർക്കും കോമൺ. അപ് ടു 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ 70, 80, 90. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പുറത്ത് ഈ കോളല്ലേ, ഇതിന്റെ ഹെഡിങ് എങ്ങനെയാണല്ലോ അതിനും അത് കൂട്ടി എഴുതുക. എങ്ങനെ? ഇതിലുള്ള ഓരോന്നിനെയും അതിന്റെ തൊട്ട് മുകളിലുള്ളതിനെ വെച്ച് കൂട്ടുക. 5ന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ 5 തന്നെ, കൂട്ടാനൊന്നുമില്ല. പക്ഷെ 7ന്റെ മുകളിൽ ആരുണ്ട്? 5 7 5 കൂട്ടിയാൽ 12. അത് ഇവിടെ നോക്കിക്കേ, 9ന്റെ മുകളിൽ 2 ആൾക്കാരുണ്ട്, 3 കൂടി കൂട്ടിയാൽ 21. ഒപ്പം 10 കൂട്ടിയാൽ 31, വീണ്ടും 10 കൂട്ടിയാൽ 41, 8 കൂട്ടിയാൽ 49. കിട്ടുമല്ലോ, ഈസി. ഈ കോളം കൂട്ടിയാണ് ഇത്. ഓക്കെ, അത് കിട്ടി. എന്നിട്ടോ നമുക്ക് ആ ലാസ്റ്റ് കോളം എന്താണെന്ന് മനസ്സിലാവും. ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 5 ആളുടെ, ആദ്യത്തെ 5 ആളുടെ ഭാരം 40 വരെയാണ്. 40 വരെ, മനസ്സിലായല്ലോ? പിന്നെന്താ? 12 ആൾ, ആദ്യത്തെ 12 ആളുടെ ഭാരം 50 വരെ. അപ്പൊ അത് ചോദിക്കട്ടെ, ആദ്യത്തെ 5 ആളുടെ ഭാരം 40 വരെ. അപ്പൊ 40 എടുക്കാം ഒരു ഉദാഹരണത്തിന്. 12 പേരിലെ 50 വരെ, അപ്പൊ 50 ഒന്ന് എടുത്തു വിചാരിക്കാം. എന്റെ ചോദ്യം, 6ാമത്തെ ആൾ തൊട്ട് 12ാമത്തെ ആളുടെ ഭാരം എവിടെ ആയിരിക്കും? 6ാമത്തെ ആളുടെ തൊട്ട് 12 വരെയും എന്തായിരിക്കും? 50ൽ പെടും. 5 ഇവിടെ കഴിഞ്ഞു അല്ലെ? ഇവിടെ 5 കഴിഞ്ഞാൽ പിന്നെ 6, 7, 8, 9, 12 വരെ ഏതിലാ പെടുക? 50ലാണ് പെടുക. ഇനി ഇവിടെ 12 കഴിഞ്ഞു, അപ്പൊ 13 എവിടെ പെടുക? 13 എന്താ ഇവിടെ. 13 തൊട്ട് 21 വരെ 60ൽ പെടും. ഇനി 21 കഴിഞ്ഞു, അപ്പൊ 22 തൊട്ടിട്ട് 31 വരെ 70ൽ പെടും. ഓക്കെ ആണോ? അപ്പൊ മനസ്സിലാക്കേണ്ടത് 12 ഇവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ 12ാമത്തെ ആളുടെ കാര്യം അവിടെ കഴിഞ്ഞു. പിന്നെ 13 ആണ് ചോദിക്കുന്നത് എങ്കിൽ 60ലേക്ക് പോരും. 21 ഇവിടെ കഴിഞ്ഞു, 22 ചോദിച്ചാൽ 70ലേക്ക് പോരും. ആ ബോക്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒപ്പം ഇവിടെ ഒരു കോളം കൂടി നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം. ഇത് ടോട്ടൽ അഥവാ ആകെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കോളം കൂട്ടി വെക്കുക. അത് നമുക്കറിയാം, ഇത് കൂട്ടിയതാണ് അവിടെ കിട്ടിയത് 49. ഒന്ന് കൂട്ടി വെച്ചാൽ നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല. ഓക്കെ ആണോ? നമുക്ക് ആൻസറിലേക്കും ക്വസ്റ്റ്യനിലേക്കൊക്കെ ഒന്ന് പോയാലോ? എന്താ ക്വസ്റ്റ്യൻ? ബോക്സിന്റെ പഠിക്കും. ഇങ്ങനെ ഒരു ബോക്സ് കിട്ടിയാൽ എപ്പോ അപ് ടു എന്നിട്ടൊക്കെ, സോറി, ഇങ്ങനെ 30 തൊട്ട് 40, 48, 50 എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതി സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ വെയിറ്റ് ഓഫ് ദി പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദി മീഡിയൻ. ഏത് സ്ഥാനത്തുള്ള വ്യക്തിയുടെ ഭാരമാണ് മധ്യമമായി തിരഞ്ഞെടുക്കുക? ഈസി ആയിട്ട് പറയട്ടെ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 49 അല്ലേ?
അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് n എന്ന് വെച്ചാൽ എണ്ണം. ഇവിടുത്തെ എണ്ണം എത്ര എണ്ണം ഉണ്ട്? 49. 49 എന്ന് പറഞ്ഞാൽ അത് ഏത് നമ്പറാ? ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യ ആണല്ലോ. ഓഡ് നമ്പർ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എണ്ണിന്റെ ഒപ്പം ഒന്ന് കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. കാരണം 49ന്റെ പകുതി എടുത്താൽ അര വരും. അര മനുഷ്യനുണ്ടോ? ഇപ്പൊ 49ന്റെ പകുതി 24. 24ാമത്തെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഓഡ് നമ്പർ വന്നാൽ ഒന്ന് കൂട്ടിയിട്ട് ബൈ 2 ചെയ്യുക. ഈവൻ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിലായിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് റിവിഷനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 49 + 1/2 50/2 അഥവാ 25. 25ാമത്തെ 25th എന്ന് വെച്ചാൽ എത്രാമത്തെ ആളുടെ ഭാരമാണ്? മധ്യമം, മീഡിയൻ. 25th പേഴ്സൺ എന്ത് വെയിറ്റ് ഉണ്ടോ അതാണ് മീഡിയൻ. 25ാമത്തെ ആൾക്ക് 100 കിലോ ഉണ്ടെങ്കിൽ അതാണ് മീഡിയൻ. ഓക്കെ ആണോ? ഇനി മധ്യമം കിട്ടും. അപ്പൊ 25ാമത്തെ ആളുടെ നമുക്ക് കണ്ടുപിടിക്കാം. അതടക്കട്ടെ. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് കിട്ടിയാൽ ചെയ്യേണ്ട ഒരു പരിപാടി, ഈ കോളത്തിൽ എവിടെയാണ് 25 എന്ന് പറഞ്ഞാൽ ഈ ആള് വരിക നോക്കുക. നോക്കി, എവിടെയല്ലേ വരിക? 25 എവിടെയല്ലേ വരിക? 25th. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലും താഴെയും ആയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കുക. 2 കോളം ഒന്ന് ബോക്സ് ചെയ്ത് വെക്കാം. ഓക്കെ ആണോ? എന്നാലേ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? According to the assumption used to calculate the median, what is the weight of the 22nd person? എന്താണ്? മധ്യമം കാണാൻ ഉപയോഗിക്കുന്ന വഴി ഉപയോഗിച്ച് 22ാമത്തെ ആളുടെ മധ്യമമാവാനുള്ള സാധ്യത എന്താണ്? സങ്കല്പപ്രകാരം കേട്ടോ. അസംഷൻ, സങ്കല്പം എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ആണ് എന്നല്ല, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഓക്കെ, ചെയ്യുന്നത് വെച്ചിട്ട് ഇതാണ് കറക്റ്റ് എന്ന് പറയാം. ഓക്കെ, അത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് മാർക്ക് കിട്ടില്ല എന്നല്ല, കിട്ടും. ഓക്കെ, നേരെ കൺഫ്യൂഷൻ വേണ്ട, അസംഷൻ ഒന്നും ടെൻഷൻ എടുക്കേണ്ട. ഈ പറയുന്ന പരിപാടിയാണ് ചെയ്യാം. 22nd അല്ലെ, 22ാമത്തെ ആള്, അയാളുടെ വെയിറ്റ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് വെയിറ്റ് ഓഫ് 22nd പേഴ്സൺ അല്ലെ, 22ാം ആളുടെ ഭാരം ഇതല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യുക? x22 നിൽക്കുക. നമ്മുടെ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്യുന്ന പോലെ x22 നിൽക്കുക. x22 കണ്ടുപിടിക്കാൻ നമ്മളെ ആ ബോക്സിൽ വെച്ച ബോക്സിലെ ബോക്സിൽ വെച്ച ബോക്സ്, ഈ കള്ളി, അതിലൊരു ഹെൽപ്പ് ഉണ്ട്. എന്താ? ഇവിടെ കണ്ടോ, ഇവിടെ ഉണ്ട് 21. 21 വെച്ചാൽ 21 ആളുകൾ അല്ലെ. 21ാമത്തെ ആൾ ഇവിടെ എന്താ മനസ്സിലാക്കണ്ടേ? 21ാമത്തെ ആളുടെ ഭാരത്തിലെ ഇതാ അവിടെ ഉണ്ട് 60 അല്ലേ. അപ്പൊ x22 കണ്ടുപിടിക്കാൻ നമ്മുടെ എന്തുണ്ട്? x21 ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ 22 കിട്ടുക? സമാന്തര ശ്രേണി പ്രകാരം, അരിത്തമെറ്റിക് സീക്വൻസ് പ്രകാരം 21 ഉണ്ട്. 22 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു വട്ടം കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കൂട്ടും അല്ലെ, ഡി കൂട്ടും. പക്ഷേ ഇവിടെ അസംഷൻ എന്ന വാക്കുള്ളതുകൊണ്ട് ബൈ 2 എന്നെണ്ണം. അസംഷൻ എന്ന വാക്കില്ലെങ്കിലും ബൈ 2 എന്നെണ്ണം. മീഡിയൻ, മധ്യമം കാണാനുള്ള ചോദ്യമാണെങ്കിൽ ഇവിടെ d/2 എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ? ശ്രദ്ധിക്കുക, 21ൽ നിന്ന് 22 കണ്ടുപിടിക്കണമെങ്കിൽ d/2 വേണം. ഇനി 14ൽ നിന്ന് 15 കണ്ടുപിടിക്കാനാണെങ്കിലും d/2, 16ൽ നിന്ന് 17 കണ്ടുപിടിക്കാനാണെങ്കിലും d/2. ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാലോ. x21 എത്ര? 21 നേരെ ഇവിടെ 60 പ്ലസ് ഡി. ഡി ഇല്ല അല്ലേ. ഡി എന്താ? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. കോമൺ ഡിഫറൻസ് ഇല്ല. എന്താ ചെയ്യാ? നമുക്കൊരു പണിയാം. കോമൺ ഡിഫറൻസ് അറിയാത്ത സ്ഥിതിക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം. പൊതു വ്യത്യാസം എങ്ങനെ പൊതു വ്യത്യാസം കാണാം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അടുത്തടുത്തുള്ള രണ്ടെണ്ണം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഏതാ പദം, ഏതാ സ്ഥാനം? ഒന്നുമില്ല, വലുതെന്ന് ചേർത്ത് കുറച്ചോളി. ഇവിടെ ഏറ്റവും വലുത് ഏതാ? 70 മൈനസ് 60 ബൈ 31 മൈനസ് 21. ഓക്കെ, അപ്പൊ എന്ത് വരും? 10/10 ഈക്വൽ ടു 1. അപ്പൊ d എന്ന് വെച്ചാൽ 1. അപ്പൊ d/2 എന്ന് വെച്ചാൽ 1/2 അഥവാ 60.1/2 അല്ലെ, എന്ന് വെച്ചാൽ അര. 60.5 60 അര. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 22ാമത്തെ ആളുടെ ഭാരം 60 ശ്രദ്ധിച്ചോളൂ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ കാണും. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 22 ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒന്നാവുന്നേ ഉള്ളൂ. ചെയ്യേണ്ട സ്റ്റെപ്പിനോ ഘടനയ്ക്കോ ഒന്നും ഒരു മാറ്റവും ഇല്ല. എന്നാൽ ലാസ്റ്റ് ചോദ്യം എന്താ? ഫൈൻഡ് മീഡിയൻ. എന്താണ്? മധ്യമം കണ്ടെത്തുക. എങ്ങനെ മധ്യമം കാണുക? ഈസി ആയിട്ട് ഇപ്പൊ കിട്ടുമല്ലോ. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 25ാമത്തെ ആളുടെയാണ് മീഡിയൻ അല്ലെ. മീഡിയൻ എന്ന് പറഞ്ഞാൽ 25ാമത്തെ ആളുടെ വെയിറ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ മീഡിയൻ കാണാൻ എന്ന് പറഞ്ഞാൽ, മധ്യമം കാണുക എന്ന് പറഞ്ഞാൽ x25. 25ാമത്തെ ആളെ നമ്മൾ 22ാമത്തെ ആളെ x22 എഴുതിയാൽ 25ാമത്തെ ആളെ x25. ഓക്കെ ആണല്ലോ. നമ്മുടെ x22 ഉണ്ട്, അഥവാ 22ാമത്തെ ആളുടെ വെയിറ്റ് ഉണ്ട്. അപ്പൊ എന്താ ചെയ്യാ? 22 കഴിഞ്ഞിട്ട് 23 അല്ല ചോദ്യം, 25 അല്ലെ.
അങ്ങനെ വരുമ്പോൾ കുറച്ച് വിട്ടിട്ടുള്ളത് ചോദിക്കുമ്പോൾ 22 25 എത്തണമെങ്കിൽ 3 കൂട്ടണം. 3ന്റെ ഒപ്പം എന്ത് കൂടി വേണം? ഡി വേണം. ഇവിടെ d/2 ഇല്ല. 21 ഉണ്ട്, 22 കണ്ടുപിടിക്കാൻ d/2 വേണം. അടുത്തടുത്തുള്ളതാണെങ്കിൽ d/2 വേണം. അങ്ങനെ ആലോചിക്കുക. എവിടെ? ഈ പാഠത്തിൽ സമാന്തര ശ്രേണിയിലോ അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പണ്ടൊന്നും എഴുതിയിരിക്കരുത് കേട്ടോ, തെറ്റും. ഓക്കെ, അപ്പോ x 22 60 പ്ലസ് 3 ഇൻറ്റു ഡി 1. അപ്പൊ 60.5 പ്ലസ് 3 ഇൻറ്റു 1 3. അപ്പോ 63.5. x 25 അഥവാ 25ാമത്തെ ആളുടെ ഭാരം അഥവാ മധ്യമം, മീഡിയൻ എന്ന് പറഞ്ഞാൽ 63.5. സ്റ്റെപ്പ് പഠിച്ചു വെച്ചോ. 4 സ്റ്റെപ്പും ഒരു ബോക്സ് വരയ്ക്കാനേ ഉള്ളൂ. നല്ല മാർക്ക് കിട്ടും. എത്ര മാർക്ക് ഉണ്ട്? 4 മാർക്ക്. 4 മാർക്ക് കിട്ടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 2 1 ആൻഡ് 8 9 ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 2 1 8 9 അതിലൊരു ബിന്ദുവുമാണ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈസി അല്ലേ? ഇങ്ങനെ കോർഡിനേറ്റ്സിന് അഥവാ സൂചക സംഖ്യകളെ ജോമെട്രി ആൽജിബ്ര, ജാമിതി ബീജഗണിതത്തിൽ നിന്നൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒന്ന് വരച്ചു നോക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് എന്താ പറഞ്ഞത്, നമുക്കൊരു സർക്കിൾ ഉണ്ട്, ആയിക്കോട്ടെ, അതിനെന്താ, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് 1 2 ആണ്. അപ്പൊ സെന്ററിന്റെ കോർഡിനേറ്റ്സ്, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ 1 2 അല്ല കേട്ടോ, 2 1 ആണ്. ഇതിൽ എവിടെയോ, എവിടെ നമുക്കറിയില്ല, എവിടെ മാർക്ക് ചെയ്താലും പ്രശ്നമില്ല, ഇതിൽ എവിടെയോ ഉള്ള ഒരു പോയിന്റ് ആണ് 8 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ്, ആരം r കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഈസി അല്ലേ? സെന്റർ അറിയാം, കേന്ദ്രം അറിയാം, ഒരു പോയിന്റും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാവില്ലേ റേഡിയസ്, ആരം. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ട്, അകലം കാണാനുള്ളത്. എന്താ? √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഓക്കെ, x2 - x1 എന്ന് പറഞ്ഞാൽ ഇവിടെ x1 y1 എന്ന് എടുത്താൽ ഇത് x2 y2. ഓക്കെ, x2 എന്ന് പറയുമ്പോൾ 8, അപ്പൊ 8 - x1 എന്ന് പറയുമ്പോൾ 2, 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ 9 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 1 ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? 8 ന്ന് 2 പോയാൽ 6 സ്ക്വയർ പ്ലസ് 9 ന്ന് 1 പോയാൽ 8 സ്ക്വയർ റൂട്ട് 36 പ്ലസ് 64 റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് എത്രയാണ്? 10. Then what is the next question? Write the equation of the circle. Easy, വളരെ ഈസിയാണ്, നിസ്സാര ചോദ്യമാണ്. എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ അഥവാ വൃത്തത്തിന്റെ സമവാക്യം? എങ്ങനെ ഇക്വേഷൻ ഓഫ് സർക്കിൾ ആണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ചിലപ്പോൾ ഈ h k എന്നുള്ളതിന് പകരം a b നോ x1 y1 എന്നൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യും. സംഗതി ഇത്രയേ ഉള്ളൂ. h k എന്ന് പറഞ്ഞാൽ എന്താ എന്നറിയണം. h k എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്, വൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളാണ്. അതിന്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ 2 1 ആണ്. സോ 2 1 ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കിക്കേ, എക്സ് അവിടെ നിൽക്കട്ടെ, എക്സിന് ഒന്നും കൊടുക്കണ്ട. എച്ചിന് പകരം 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഒന്നും കൊടുക്കണ്ട, മൈനസ് കെ 1, കെക്ക് പകരം 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ 10, 10ന്റെ സ്ക്വയർ. ഇവിടെ 10 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ എഴുതിക്കോ, x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. ഇത്ര മതി. ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതൊന്നും വേണ്ട, വേണ്ടവർക്ക് ചെയ്യാം. a - b ഹോൾ സ്ക്വയർ ഒക്കെ വെച്ചിട്ട് ചെയ്യാം, ആവശ്യം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബട്ട് നെക്സ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം കുറച്ച് ഞാൻ നിങ്ങൾക്കും കൂടി വിട്ടുതരാണ്. നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ടതും കൂടി നോക്കണല്ലോ അല്ലേ? ഇതുപോലെ ഇതിന് സിമിലർ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻ ദ പിക്ചർ ABCD ഈസ് എ റെക്ടാംഗിൾ വിത്ത് സൈഡ്സ് പാരലൽ ടു ദി ആക്സസ്. ആ സൈഡ്സ് പാരലൽ ഒക്കെ ഓട്ടോട്ടെ, അതൊന്നും വിഷയമല്ല. എന്താണ്? ചിത്രത്തിൽ ഒരു ചതുരമാണ് തന്നിട്ടുള്ളത്. ABCD ഒരു ചതുരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ A 2 5 എന്നുണ്ട്, ഇവിടെ B ഉണ്ട്, അത് തന്നിട്ടില്ല. ഇവിടെ C ഉണ്ട്. C എന്താ തന്നെ? 10 11, പിന്നെ D ഉണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം എന്താ? ബിയും ഡിയും കാണാം. ഈസി ആയിട്ട് കാണിച്ചു തരാം. എങ്ങനെ? നമുക്കൊരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് വേണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സും വേണം, അവിടുത്തെ വൈയും വേണം. ഇതാണല്ലോ ലക്ഷ്യം. എക്സ് എന്ന് പറഞ്ഞാൽ നേരെ മേലെ ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ ഉണ്ടാവും. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നതിൽ ഏതൊക്കെ എക്സ് ഉണ്ട്, വൈ ഉണ്ട് നോക്കുക. ഇവിടെ നോക്കിക്കുക, ഇവിടെ എക്സ് ഉണ്ട്, ഇത് വൈ ഉണ്ടല്ലോ, ഇതും എക്സ് ആണ്, ഇതും വൈ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണോ തന്നത് അതൊന്ന് മാർക്ക് ചെയ്തിരിക്കാം. എക്സ് വൈ എക്സ് വൈ. ഓക്കെ, എന്നിട്ട് നമുക്കൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കാണണം, അഥവാ ഇവിടുത്തെ എക്സും ഇവിടുത്തെ വൈയും കാണണം. ഇതാണ് ലക്ഷ്യം. എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പോയിന്റിന്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ ഉണ്ടാവും, അല്ലാതെ എവിടെ ഉണ്ടാവില്ല. ഈ പോയിന്റിന്റെ മുകളിൽ എക്സ് ഉണ്ടല്ലോ, എന്താണ്? 10. ഈസി. പക്ഷെ ഇവിടെ നോക്കിക്കേ,
ഇവിടെ എക്സ് കണ്ടുപിടിക്കാൻ മേലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ താഴത്തേക്ക് നോക്കണം. താഴത്തത് അവിടെ എക്സ് എത്രയാണ്? 2. അപ്പൊ 2, അടുത്തത് വൈ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ പോയിന്റിന്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത്. ഈ പോയിന്റിന്റെ വലത്തോട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇടത്തോട്ട് നോക്കി. ഇവിടെ വൈ എന്താ? 5. ഓക്കെ, ഇവിടെ ഇടത്തോട്ട് നോക്കിയിട്ടില്ല. അപ്പൊ വലത്തോട്ട് നോക്കി. വൈ എന്താ? 11. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 10, 5. ഡി എന്ന് പറഞ്ഞാൽ 2, 11. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ഇതിലെ ബി ക്വസ്റ്റ്യൻ അത് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. എന്താ ബി ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ബി. ഈസിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എ ബിയുടെ നീളം കാണുക. ഓക്കെ, ഞാൻ പറയുന്നില്ല. നിങ്ങളൊന്നും കണ്ടുപിടിക്കില്ലേ? ആൻസർ ഒരു ക്ലൂ തരികയാണെങ്കിൽ 10നേക്കാൾ ചെറിയ എത്ര സംഖ്യയാണ്? ഓക്കെ, 10നേക്കാൾ ചെറിയ ഒരു ഈവൻ നമ്പറാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സി. ഓക്കെ, എ സിയുടെ നീളം കാണുക. എ സി എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ. അതെങ്ങനെ കാണുക? ഇവിടെ രണ്ടാമത്തേന്റെ ഉത്തരം ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തേന്റെ ഉത്തരം എ ബി കാണാനാണ്. എ ബി കാണാൻ കുറെ പേര് ചിലപ്പോൾ അകലം കാണാനൊക്കെ പോകും. എ മുതൽ ബി വരെയുള്ള അകലം, ഡിസ്റ്റൻസ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് നോക്കിക്കേ, എയിലും ബിയിലും വൈ ഈക്വൽ ആണല്ലോ, തുല്യമാണല്ലോ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് നോക്കണ്ട, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്താ വ്യത്യാസം? എക്സ് ആണ്. എക്സ് 2 ഇവിടെ ഉള്ളത് 10 ആയി, 2 ഉള്ളത് 10 ആയി, 2 ഉള്ളത് 10 ആയി. 2 ഉള്ളത് 10 ആവണമെങ്കിൽ 8 കൂട്ടണം. അഥവാ എക്സിലെ വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 8 കിട്ടും. ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങൾക്ക് അഥവാ നെഗറ്റീവ് കിട്ടിയാലും അത് പോസിറ്റീവ് ആക്കി എഴുതണം. കാരണം ഒരു ഡിസ്റ്റൻസും എന്താവില്ല? നെഗറ്റീവ് ആവില്ല. ഒരകലവും നെഗറ്റീവ് വരില്ല. ഓക്കെ, ഇനി സി എങ്ങനെയാണ്? ഇവിടം തൊട്ട് ഇവിടം വരലാണ് കാണട്ടെ അല്ലെ? ഈസി. ഞാൻ ഒരു ക്ലൂ തരാം. ഇത് x1 y1, ഇത് x2 y2. അപ്പൊ ഏതാ? ഈ ഇക്വേഷൻ തന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കാം കേട്ടോ. ഇതിന് ആൻസർ എന്താ വരിക എന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. 10ഉം 2ഉം ആണ്. അപ്പോ 8² 6². അത് ഉത്തരം കിട്ടിയ 10 തന്നെ കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എ സിയുടെ നീളം കിട്ടിയ 10 ആയിരിക്കും. എന്നാലും ഇത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു സാമാന്തരികമാണ്, പാരലലോഗ്രാം ആണ്. എന്നിട്ടോ ആദ്യത്തെ ചോദ്യം എന്താ? സി കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് സ്കൂളിലും ഒക്കെ പല രീതിയിൽ ചിലപ്പോൾ ട്യൂഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സേഫ് ആയിട്ട് പരിപാടി അറിയാം. കാരണം പല ട്രിക്കും ഇതിനുണ്ട്. പക്ഷെ ആ ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ അതീവമായ അറിവ് വേണം, നല്ല അറിവ് വേണം. ഓക്കെ, അതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാരലലോഗ്രാം, ഒരു സാമാന്തരികം കിട്ടിയ അതിന്റെ ഇടതുവശം, ഇതാണ് ഇടതുവശം, ഇത് വലതുവശം. ഇടതുവശത്ത് താഴത്ത് ഉള്ള പോയിന്റിനെ x1 y1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇടതുവശം താഴത്ത് x1 y1, ലെഫ്റ്റ് താഴെ. തൊട്ടപ്പുറത്ത് x2 y2. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് x3 y3. ഇപ്പുറത്ത് x4 y4 എന്ന് കൊടുക്കുക. ഇനി അഥവാ ലെഫ്റ്റ് താഴെ ഒന്നും കിട്ടിയില്ലെങ്കിലും മനസ്സിലൊരു കാര്യം മനസ്സിലാക്കുക, ഇടതുവശം താഴെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇമ്പോർട്ടന്റ് ആയ കാര്യം x1ന്റെ ഓപ്പോസിറ്റ് ആവണം x3, x2ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം x4. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണേണ്ടത് x3യും y3യും ആണല്ലോ. ഇനി ഏതോ ആയിക്കോട്ടെ, x1ഓ x2ഓ x3ഓ x4ഓ അല്ലെങ്കിൽ y1 y2 y3 y4 ഏത് കാണാനാണെങ്കിലും ഒറ്റ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരേപോലെ ചെയ്യാം. ഇതാണ് ഇക്വേഷൻ. x1 + x3 = x2 + x4. നമുക്കറിയാവുന്ന സംഖ്യകളാണ് കൊടുത്താൽ മതി. x1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് x3 എന്ന് പറഞ്ഞാൽ x3 തന്നെ = x2 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് x4 എന്ന് പറഞ്ഞാൽ 4. സോ ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ ആരൊറ്റയ്ക്കാവും? x3 ഒറ്റയ്ക്കാവും. 5 4 കൂട്ടിയാൽ 9, പ്ലസ് 1 പോയാൽ -1, അപ്പൊ ഇവിടെ 8. അപ്പൊ x3ക്ക് പകരം 8 കിട്ടി. ഇതുപോലെ y1ഉം y കണ്ടുപിടിക്കാം. y1 + y3 = y2 + y4. ഓക്കെ ആണോ? അപ്പൊ എങ്ങനെ? y1 എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2 പ്ലസ് y3 നമുക്കറിയില്ല, വേണ്ട, അറിയാവുന്നത് എഴുതിയാൽ മതി. y2 3 പ്ലസ് y4 6. ഈ +2 അങ്ങോട്ട് പോയാൽ -2 ആവും. അപ്പൊ അവിടെ y3 ഒറ്റയ്ക്കാവും. 2 കൂടി കൂട്ടിയാൽ 9, 9 -2 വരും 9ന്റെ ഒപ്പം. അപ്പൊ എന്ത് വരും? 7. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. നമുക്ക് വേണ്ടിയിരുന്നത് സി അഥവാ x3 y3 ആയിരുന്നു. x3 കിട്ടിയിട്ടുണ്ട് 8, y3 കിട്ടിയിട്ടുണ്ട് 7. 8 7 അതുമായല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് സേഫ്. നമുക്ക് മാർക്ക് കിട്ടാനുള്ളതാണ്. കുറച്ച് പണിയെടുത്താലും വേണ്ട, എന്നെ സംബന്ധിച്ച് മാർക്ക് കിട്ടലാണ് ഇമ്പോർട്ടൻറ്റ്, തെറ്റിക്കാതിരിക്കലാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണോ? ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ഡയഗണൽ എ സി എന്നുള്ള ഡയഗണൽ ആ ചിത്രത്തിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഈ ഡയഗണലിന്റെ സ്ലോപ്പ്, ചെരിവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ ഇക്വേഷൻ?
എം എന്നുള്ള അക്ഷരം കൊണ്ടാണ്. എന്താ ഇക്വേഷൻ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ? ഇത് x1 y1 എടുത്ത സ്ഥിതിക്ക് ഇതിനെ നമുക്ക് ഇവിടെ x2 y2 എന്ന് എടുക്കാം. അപ്പൊ ഇതാണ് x2, ഇതാണ് y2. ഓക്കെ, കാരണം ഇവിടെ y3 ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് x2 y2. അപ്പൊ y2 മൈനസ് y1, ഇവിടുത്തെ y2 എന്ന് പറഞ്ഞാൽ 7 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 ബൈ x2 എന്ന് പറഞ്ഞാൽ 8 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1. സോ 7 മൈനസ് 2 5 ബൈ 8 എന്ന് കുറച്ചാൽ 6, 5 ബൈ 6. അങ്ങനെ വരാം, അങ്ങനെ മതി. ഡെസിമലിലേക്ക് പോണ്ട, ദശാംശ സംഖ്യയിലേക്ക് പോണ്ട, ഭിന്ന സംഖ്യയിൽ നിൽക്കട്ടെ, അഥവാ ഫ്രാക്ഷൻ മതി. ഇനി എന്തായാലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ എ ആൻഡ് സി. എന്താണ് പറഞ്ഞത്? എയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ലൈനിന്റെ, അഥവാ ഈ ചെരിവ് കണ്ടുപിടിച്ച ലൈനിന്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ നേരത്തെ ചെയ്തു, വൃത്തത്തിന്റെ സമവാക്യം നമ്മൾ നേരത്തെ ചെയ്തു. ഇത് വരയുടെ സമവാക്യം. വരയുടെ സമവാക്യം കാണാനുള്ള സമവാക്യം എന്താണ്? ഓർമ്മ ഉണ്ടോ? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. പല രീതിയിൽ ഇത് പഠിക്കാം, പല രീതിയിൽ ഇത് എഴുതാം, പക്ഷെ ഒക്കെ ചെയ്താൽ ഒരേ ഉത്തരത്തിലേക്കാത്ത. ഓക്കെ, ഇത് പഠിക്കാണ്, ഇതാണ് കുറച്ചുകൂടി സേഫ്. നമുക്ക് അറിയാവുന്ന ഒരു എഴുതുക. വൈക്ക് പകരം ഒന്നും കൊടുക്കണ്ട. ഈ ഇക്വേഷൻ ഓഫ് ലൈൻ ആയാലും ഇക്വേഷൻ ഓഫ് സർക്കിൾ ആയാലും അവിടെ എക്സിനും വൈക്കും വില വേണ്ട. ഓക്കെ, വരയുടെ സമവാക്യത്തിലോ വൃത്തത്തിന്റെ സമവാക്യത്തിലോ ആയിക്കോട്ടെ, എക്സിനും വൈക്കും വില കൊടുക്കണ്ട, എക്സും വൈയും നിൽക്കട്ടെ. പക്ഷെ y1 എന്ന് പറഞ്ഞാൽ ഈ വരയിലല്ലേ, ഈ വരയുടെ y1 ആരാ? എന്താ അവിടെ നോക്കിക്കേ, ആരാ? 2. അപ്പൊ y മൈനസ് 2. m എന്ന് വെച്ചാൽ 5/6. x തന്നെ, ഇവിടുത്തെ x1 ആരാ? 1. അപ്പൊ ഒന്ന് വായിച്ചേ, y മൈനസ് 2 ഈക്വൽ ടു 5/6 ഇൻറ്റു x മൈനസ് 1 എന്നാണ്. ഇൻറ്റു ഗുണിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഗുണിക്കാം, അല്ലാതെ നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യാല്ല. ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 5/6 കൊണ്ട് എക്സിനെയും ഗുണിക്കണം, 5/6 കൊണ്ട് 1നെയും ഗുണിക്കണം. അപ്പോ എക്സ് ഇൻറ്റു 5/6 ചെയ്യണം, മൈനസ് ഉണ്ടായിട്ട് മൈനസ് ഇട്ടു, 1 ഇൻറ്റു 5/6 ചെയ്യണം. തൽക്കാലം y മൈനസ് 2 അവിടെ നിൽക്കട്ടെ. എക്സ് ഇൻറ്റു 5 5x/6 മൈനസ് 1 ഇൻറ്റു 5 5/6. രണ്ടും ഫ്രാക്ഷനാണ് അല്ലെ? പക്ഷെ രണ്ടും ഭിന്നസംഖ്യ ആണെങ്കിലും അതിന്റെ ഛേദം ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ എങ്ങനെ മൈനസ് ചെയ്യാം? ഡിനോമിനേറ്റർ രണ്ടോടത്തും സെയിം ആണെങ്കിൽ ആൻസറിനും സെയിം, ഛേദം തുല്യമാണെങ്കിൽ ഇവിടെ അതന്നെ, വേറെ ഒന്നും ചെയ്യണ്ട. മുകളിലുള്ളവരെ തമ്മിൽ കുറയ്ക്കുക, കുറച്ചു. ഇനിയോ ആ ഡിവിഷൻ ഒരു പ്രശ്നം അല്ലേ? ഹരണം നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതിനെ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കുക? ഹരിക്കണ മാർഗം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചറിയാൻ പറ്റില്ല. ഹരിക്കണ മാർഗം നേരെ പ്രത്യേകം കൊണ്ടുവരിക. ഡിവിഷൻ ഡിവൈഡഡ് ബൈ 6 ഇങ്ങോട്ട് പോന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ശ്രദ്ധിക്കണം, ഈ y മൈനസ് 2 ഒരു ടീമാ. എന്താ, കുറെ നേരമായിട്ട് അവർ വിളിച്ചിട്ടല്ലേ? അവരുടെ അടുത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരെ ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 2 ഹരണം മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാവും. ഇവിടെ ബാക്കി ഇവര് മാത്രമേ പിന്നുള്ളൂ. ആയിക്കോട്ടെ, അപ്പൊ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെ ചെയ്ത അതേപോലെ 6 ഇൻറ്റു y 6y മൈനസ് 6 ഇൻറ്റു 2 12 5x മൈനസ് 5. ഇനി ഇവരൊക്കെ ഒരു സൈഡിലാവുകയാണ് നല്ലത്. ഒരു സൈഡ് ഈക്വൽ ടു സമം എന്നുള്ളതിന്റെ ഒരു വശം 0 ആയാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞു എഴുതും. ഓക്കെ, ചിലര് എക്സും വൈ ഒരു സൈഡിലും എക്സും വൈ ഒന്നും ഇല്ലാത്തത് മറ്റേ സൈഡിലും എഴുതും. അങ്ങനെ ആയാലും മതി. ഞാൻ സാധാരണ ഈക്വൽ ടു സമത്തിന്റെ ഒരു വശം 0 ആക്കാൻ നോക്കലുണ്ട്. അങ്ങനെയാണെങ്കിലും അപ്പോഴും ശ്രദ്ധിക്കണം, 5x അവിടെ നിന്നോട്ടെ. അതെന്തോട്ടാ? എക്സ് എപ്പോഴും പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പൊ പിന്നെ 5x അവിടെ തന്നെ നിന്നോട്ടെ, കാരണം ഇപ്പൊ തന്നെ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനൊന്നും ചെയ്യണം. അപ്പൊ എന്താ നല്ലത്? ഈ 6y മൈനസ് 12 അങ്ങോട്ട് പോയാലേ നല്ലത്. എന്നാ ഈ സൈഡ് എന്താവും? 0. ഇവരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ 0 ആവും. ഓക്കെ, പ്ലസ് 6y ആണ്, പ്ലസ് ആണ്. അങ്ങോട്ട് പോയാൽ മൈനസ് 6y. y നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല, എക്സ് പോസിറ്റീവ് ആയിക്കോട്ടെ. ഇവിടെ മൈനസ് 12 അങ്ങോട്ട് പോയാൽ പ്ലസ് 12 അല്ലെ? ഇവിടെ ആരുണ്ട്? മൈനസ് 5. അത് അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് മാറ്റൊന്നുമില്ല. അപ്പോ 5x മൈനസ് 6y 12 5 കുറച്ചാൽ 7 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ അഥവാ വരയുടെ സമവാക്യം. ലാസ്റ്റ് വൺ എന്താ? ഡസ് ദിസ് ലൈൻ പാസസ് ത്രൂ ദി ഒറിജിൻ ബൈ. എന്താണ് പറഞ്ഞത്? ഈ വര ഇങ്ങനെ നീട്ടി വരച്ചാൽ അത് ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 കടന്നു പോകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടെങ്കിൽ, വരയുടെ സമവാക്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ കൂടെ കടന്നു പോവോ, അല്ലെങ്കിൽ ഈ വരയിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവുമോ? ഇപ്പൊ ചോദ്യം ചോദിക്കാണ്, 4, 5 ഇതിലെ പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 0 കൂടെ കടന്നു പോവോ എന്ന് ചോദിച്ചാൽ, പരിശോധിക്കാൻ പറഞ്ഞാലും പോവോ എന്ന് ചോദിച്ചാലും, പോവും എന്ന് പറഞ്ഞാലും തെളിയിക്കാൻ പറഞ്ഞാലും ഒക്കെ ഏത് പോയിന്റ് ആയിക്കോട്ടെ, ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്നതാണ് കേട്ടോ ചോദ്യം. 0 ആണല്ലോ. എന്തേ ചെയ്യേണ്ടുള്ളൂ? നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 0 ആണ്.
ആദ്യത്തെ 0x, രണ്ടാമത്തെ 0y ആണല്ലോ. അപ്പോൾ വരയുടെ സമവാക്യം ഉണ്ടല്ലോ, അതെടുത്ത് കയ്യിലെടുക്കുക, അണെടുക്കുക. ഇതിന്റെ അർത്ഥം എന്താ? 5x-ൽ നിന്ന് 6y കുറച്ച് അത് കൂടെ 7 കൂട്ടിയാൽ 0 കിട്ടുന്ന. 5x-ൽ നിന്ന് 6y കുറച്ച് അത് കൂടെ 7 കൂട്ടിയാൽ 0 കിട്ടുന്ന. ഇവിടുത്തെ എക്സിന്റെയും വൈയുടെയും വില എന്താ? ഈ ചോദ്യത്തില് അത് 0 0 അല്ലെ? അപ്പൊ എക്സിന് പകരവും 0 കൊടുക്കുക, പിന്നെ വൈക്ക് പകരവും 0 കൊടുക്കുക. അപ്പൊ 5x വെച്ചാൽ 5 × x 5 × 0 -6 × 0 + 7 = 0. 5 × 0 0, 6 × 0 0. അപ്പൊ പിന്നെ ഇവിടെ എന്താ ബാക്കി? 7. 7 = 0 എന്ന് പറയാൻ പറ്റുമോ? അല്ല, 7 സമമല്ല 0. 7 സമമല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം this line will not pass, this line ഉണ്ട് അവിടെ, pass through 0 0. ഈ വര 0 0-ലൂടെ കടന്ന് പോകില്ല. 0 കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ. ഇവിടെ 7 അല്ലേ ബാക്കി വന്നു. ഇവിടെ 0, 5 × 0 0, 6 × 0 0, അത് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആരുണ്ട്? 7 ഉണ്ട്. 7 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അഥവാ 0 = 0 എന്ന് കിട്ടിയില്ലെങ്കിൽ പറയാം this line will pass through 0 0. ഇപ്പൊ എന്താ പറയണ്ടേ? this line will അല്ല കേട്ടോ, will not എന്നാണ്. ഓക്കെ, will not pass through എന്നാണ്, പോകില്ല എന്നാണ്, ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. എന്താ അടുത്ത ചോദ്യം? in the picture PQR are the midpoints of the sides of the triangle ABC. ചിത്രത്തിൽ PQR എന്നിവ എന്താണ്? ABC എന്ന ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. എന്ന് വെച്ചാൽ ഈ AB-യുടെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദുവാണ് P, BC-യുടെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദുവാണ് Q, അതുപോലെയാണ് R. എന്നിട്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചു? P-യും Q-വും ഒന്ന് കണ്ടുപിടിക്കാം. P-യുടെയും Q-ന്റെയും ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ? മിഡ് പോയിന്റ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? മധ്യബിന്ദു ആണെങ്കിൽ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ? x1 + x2/2 y1 + y2/2. ഓർമ്മല്ലേ? ഇത് ഉപയോഗിച്ചാൽ പോലെ അല്ലെ? P എന്ന് പറയുന്നത് AB-യിലാവുകൊണ്ട് ഇതിനെ x1 y1 എന്ന് എടുത്താൽ ഇത് x2/2 തിരിച്ചും എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ വരിക? x1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് എന്തായിരുന്നു? x2 എന്ന് പറഞ്ഞാൽ 1, 3 + 1/2, y1 6 + y2 0/2. അപ്പൊ 3 1 4, 4/2. 6 കൂടെ 0 കൂട്ടിയാൽ ഒന്നും സംഭവിക്കില്ല. 4/2 2, 6/2 3. അപ്പൊ P എന്ന് പറഞ്ഞാൽ 2 3. സെയിം, ഇതേപോലെ സെയിം ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് Q വേണം. അത് ഇവിടെ അല്ലേ? ഇവിടെ അറിയുമ്പോൾ ബിയും സിയും തമ്മിൽ യോജിപ്പിക്കുന്നതിന്റെ മധ്യബിന്ദു ആണല്ലോ, മിഡ് പോയിന്റ് ആണല്ലോ. ബിയുടെയും സിയുടെയും മിഡ് പോയിന്റ് ആണ് ഇത്. x2 y2 ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിനെ എന്തെടുക്കാം? x1 y1 എന്ന് എടുക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെന്ന് പറഞ്ഞേ, x1 എന്താ? 11 പ്ലസ് x2 എത്രയാണ്? 1/2. y1 0 പ്ലസ് y2 അത് 0/2. ഓക്കെ, 11 കൂടെ 1 കൂട്ടിയാൽ 12/2, 0 കൂടെ 0 കൂട്ടിയാൽ 0/2. 12ന്റെ പകുതി 6, 0ന്റെ പകുതി 0. അപ്പൊ 6 0. Q കിട്ടിയല്ലോ. അപ്പൊ ഇത് 2 കിട്ടി. ഇത് എത്രയായിരുന്നു? 2 3 എന്ന് കിട്ടി. ഇത് 6 2 എന്ന് 6 0 എന്നും കിട്ടിയല്ലോ. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് PR and AQ. എന്താണ്? കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് PR and AQ. എന്താണ്? PR-ഉം AQ-വും കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. അപ്പൊ അങ്ങനെ ഒരു വര ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? വരച്ചു നോക്കാം. PR ഇവിടെ ഉണ്ട്, പക്ഷെ AQ-ന്റെ ഒരു വര ഉണ്ടോ? ഇല്ല. അപ്പൊ AQ-ന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, അത് ഇവിടെ കൂട്ടിമുട്ടല്ലോ. PR-ഉം AQ-വും കൂട്ടിമുട്ടല്ലോ. ഈ പോയിന്റ്, ആ പോയിന്റിന് ഞാൻ M എന്ന് എടുത്താൽ M-ന്റെ കോർഡിനേറ്റ് സൂചക സംഖ്യകളാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് ചെയ്യുക? അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിന് നമുക്ക് ആദ്യം R അറിയണം, അല്ലെ? AQ അറിയാം, പക്ഷെ P അറിയാം, എന്തറിയില്ല? R അറിയില്ല. അപ്പൊ B ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നമുക്ക് R കണ്ടുപിടിക്കാം. R കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ? ഈ വരയുടെ മിഡ് പോയിന്റ് മധ്യബിന്ദു അല്ലേ? അപ്പോ ഇവിടെ x1 y1 ഉള്ള സ്ഥിതിക്ക് ഇത് x2 y2 അല്ലെങ്കിൽ അത് x2 y2 ഏതെങ്കിലും ഒന്ന് മാറ്റാം. ഇക്വേഷൻ ഒന്നും മാറ്റല്ല, ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് x2 11/2, y1 6, y2 0/2. ഓക്കെ, കൂട്ടിയാൽ 14/2, 6/2, 7/3.
6 കിട്ടിയല്ലോ എത്രയാണ് 7/3. ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താ ഈ പിയും ആറും അല്ലേ അല്ലെ ആ ലൈനും നോക്കിക്കേ. പിയുടെ കോർഡിനേറ്റ്സും ആറുടെ കോർഡിനേറ്റ്സും നോക്കിക്കേ. പിയുടെയും ആറിന്റെയും സൂചക സംഖ്യകളും നോക്കിക്കേ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആ പിയുടെയും ആറിലെയും സൂചക സംഖ്യകളിൽ കോർഡിനേറ്റ്സിൽ വൈയുടെ വില ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എന്താ പി ആർ ഈസ് എ പാരലൽ ലൈൻ. ഞാൻ ചുരുക്കി എഴുതാണ്. പാരലൽ ലൈൻ ടു എക്സ് ആക്സിസ്. ആർക്കാണ്? എന്താ കാരണം? ബിക്കോസ് y ഈസ് ഈക്വൽ ടു 3 ഇൻ പി ആൻഡ് ക്യൂ. എന്താ സംഗതി? പിയിലെയും ക്യൂ അല്ല സോറി ആറാണ്. പിയിലെയും ആറിലെയും y ഈക്വൽ ആണ്. ആണല്ലോ. ഇവിടെ y 3 ഇവിടെ y 3. പിയിലെയും ആറിലെയും y തുല്യമായതിനാൽ അല്ലെങ്കിൽ y രണ്ടോടത്ത് 3 ആയതിനാൽ ഈ പി ആർ എന്ന് പറയുന്ന വര എന്തിന് പാരലൽ ആയിരിക്കും? എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. എങ്ങനെയാണ്? എക്സിന് സമാന്തരമായിരിക്കും എന്നാണ്. എക്സിന് സമാന്തരമായി പാരലൽ ആയിട്ട് ഒരു വര വരച്ചാൽ അവിടുത്തെ y ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എക്സിന് പാരലൽ ആയിട്ട് ഒരു വര വരച്ചാൽ y ഈക്വൽ ആവും എന്ന് പറയാമെങ്കിൽ y ഈക്വൽ ആണെങ്കിൽ അത് എക്സിന് പാരലൽ ആണെന്നും പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം. അപ്പൊ മലയാളത്തില് y സമം 3 ആണ് പിയിലും ഏതിലും പിന്നെ ആറിലും അല്ലെ? ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി ആർ എന്ന വര എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. എക്സ് അക്ഷത്തിന് സമാന്തരം എന്ന് പറയാനുള്ള കാരണം കിട്ടിയില്ലേ? എന്തുകൊണ്ടാ? എക്സിന് സമാന്തരമായി ഒരു വര വരച്ചാൽ അവിടുത്തെ y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. അപ്പൊ തിരിച്ചും പറയാം, y സൂചക സംഖ്യകൾ തുല്യമാണെങ്കിൽ അത് എക്സിന് സമാന്തരമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും പറയാം. ആണല്ലോ. അപ്പൊ ഇത് പാരലൽ ആണ്. നമ്മൾ വരച്ചത് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും അങ്ങനെയാണ് പറയാം. ഓക്കെ. അപ്പൊ എക്സിന് സമാന്തരമാണ്. അതിപ്പോ എന്തിനാ ഇവിടെ? നമ്മളോട് അതല്ലല്ലോ ചോദിച്ചത്. നമുക്ക് എന്താ വേണ്ടി? എം ഉണ്ട്. പക്ഷെ അത് അങ്ങനെ ഒറ്റയടിക്ക് ചാടിക്കറിയാൽ കിട്ടില്ല. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റിയത് ഈ എ ക്യു എന്നുള്ള വരല്ലേ, എ ക്യു എന്ന വരയുടെ ഇക്വേഷൻ കാണാം. എന്താണ്? സമവാക്യം കാണാം. അപ്പോ ഇക്വേഷൻ ഓഫ് ലൈൻ എ ക്യു, മലയാളത്തില് എ ക്യു എന്ന വരയുടെ സമവാക്യം അത് കാണണം. ഓക്കെ അല്ലേ? അപ്പൊ ആ സമവാക്യം കാണാലോ. നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പൊ ശ്രദ്ധിക്കണം, m ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ m ഒന്ന് കണ്ടുപിടിക്കാം. ചെരിവ് എങ്ങനെ കാണുക? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. x1 y1 ആയ സ്ഥിതിക്ക് ക്യൂലല്ലേ നമ്മൾ കാണേണ്ടത്? a q അല്ലേ? അപ്പോ ഇത് x2 y2 എടുക്കാം. y2 0 ആണ്. അപ്പൊ 0 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 6 ബൈ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. മൈനസ് x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 0 നിന്ന് 6 പോയാൽ മൈനസ് 6 തന്നെയാണ്. 6 3 പോയാൽ 3 ആണ്. 6 മൈനസ് 3 മൈനസ് 6/3 മൈനസ് 2. അപ്പൊ ചെരിവ് എത്രയാണ്? -2. സ്ലോപ്പ് കിട്ടി. ഇനി ഇവിടെ കൊടുക്കുക y മാറ്റണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. y തന്നെ. y1 എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ -2. x തന്നെ. x1 3 ആണല്ലോ. y -6 അവിടെ നിൽക്കട്ടെ. -2 ഇൻറ്റു എക്സ് -2x. -2 ഇൻറ്റു -3 മൈനസ് പ്ലസ് 2 ഇൻറ്റു 3 6. ആരങ്ങോട്ട് പോകും? ആരിങ്ങോട്ട് പോരും? ഏറ്റവും നല്ല എന്താ? എക്സ് ഇങ്ങോട്ട് പോരട്ടെ അല്ലെ? എന്തുകൊണ്ടാ? ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്. അപ്പൊ എക്സ് എപ്പോഴും പോസിറ്റീവ് ആവണം എന്നാണ് എൻ്റെ ഒരു പക്ഷം അല്ലെ? അപ്പൊ -2x ഇങ്ങോട്ട് പോന്നാൽ +2x. ഇവിടെ y ഇപ്പൊ തന്നെ പോസിറ്റീവ് ആണ്, അതിനൊരു മാറ്റമല്ല. -6 ഈ +6 ഇങ്ങോട്ട് പോന്നാലോ? -6 വീണ്ടും. ഈ -6 ആണ് ആദ്യം എഴുതിയത്. +6 ഇങ്ങോട്ട് പോന്നാൽ -6 വീണ്ടും. അപ്പൊ അപ്പുറത്തെ സൈഡ് 0 ആയി. -6 നമുക്ക് എന്ത് എഴുതാം? -12 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ. പക്ഷെ സാറേ ഇതും അല്ലല്ലോ ചോദ്യം. ഇതുമല്ല ചോദ്യം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എമ്മിലെ കോർഡിനേറ്റ് ആണ് അല്ലേ? എം എന്ന് നമ്മൾ ഇട്ടതാണ്. പക്ഷെ ആ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിന്റെ സൂചക സംഖ്യകളാണ്. അതല്ലേ ഇപ്പൊ നമ്മുടെ ആവശ്യം. അതിപ്പോഴും കിട്ടിയോ? അതിപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ. നമുക്ക് വേണ്ടത് എം ആണ് അല്ലേ? എമ്മിലെ ഒരു കോർഡിനേറ്റ് നമുക്കറിയാം. നമുക്ക് വേണ്ടത് എം ആ. എമ്മിന്റെ സൂചക സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു എക്സും ഉണ്ടായിരിക്കും ഒരു വൈ ഉണ്ടായിരിക്കും. അവിടുത്തെ വൈ എന്തായിരിക്കും? 3 ആയിരിക്കില്ലേ? കാരണം എന്താ?
ഈ വരയിലെ ഇവിടെയും 3 ഇവിടെയും 3 രണ്ടോടത്തും ഇവിടെയും y 3 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ y എന്തായിരിക്കും 3 ആണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് എക്സ് കൂടി കിട്ടിയാൽ പോലെ. അതിനെന്താ ചെയ്യാ ദാ ഈ സമവാക്യം ഉണ്ടല്ലോ വരയുടെ സമവാക്യം ഇക്വേഷൻ ഓഫ് ലൈൻ അതിൽ വൈയുടെ സ്ഥാനത്ത് എല്ലാം 3 കൊടുക്കുക. 2x അടക്കട്ടെ വൈയുടെ സ്ഥാനത്ത് 3 കൊടുത്തു. ഓക്കെ അപ്പൊ 2x 3 - 12 - 9 3 - 12 - 9 സമം 0. അപ്പോഴോ ഈ -9 അങ്ങോട്ട് പോയാൽ ഇവിടെ 2x ഒറ്റയ്ക്കാവും അല്ലെ. 9 അപ്പുറത്തേക്ക് എത്തും പ്ലസ് ആവും. മൈനസ് അപ്പുറത്തുമ്പോ പ്ലസ് ആവും. അപ്പൊ എക്സ് എന്താ 2x എന്ന് വെച്ചാൽ 2 ഗുണിക്കണം എക്സ് ഗുണിക്കണം 2 അങ്ങോട്ട് പോയാൽ ഹരിക്കണം 2 9/2 എഴുതിയാലും മതി. അപ്പോൾ 9/2 ആണ് ഇവിടുത്തെ എക്സ്. അപ്പൊ അഥവാ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 9/2, 3 ക്ലിയർ ആണല്ലോ. കുറച്ചധികം പണിയെടുക്കാണ്ടല്ലേ. 6 കണ്ടുപിടിക്കണം. അതിൽ y ഈക്വലാന്ന് മനസ്സിലാവണം. ഇക്വേഷൻ ഓഫ് ലൈൻ കാണണം. വരയുടെ സമവാക്യം കിട്ടിയതിന് ശേഷം എക്സ് കണ്ടുപിടിക്കണം. ഒന്നും കൂടി മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ച് ഒരു വട്ടം കൂടി കാണാം. ഇനി ലാസ്റ്റ് കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ദി സർക്കിൾ സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ PQR. PQRന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? PQR എന്നുള്ള ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണ്ടെത്തുക അല്ലെങ്കിൽ മധ്യമ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം അത് കാണാൻ ഈസിയാണ്. PQRന്റെ അല്ലേ വേണ്ട. അപ്പോ ഏതിന്റെ ആണെങ്കിലും ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ് x1 + x2 + x3/3 y1 + y2 + y3/3. അതെന്തുകൊണ്ടാ? ത്രികോണത്തിന് 3 സൂചക സംഖ്യകൾ ഉണ്ടാവും, 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലെ. ആ 3 കൂടി കൂട്ടിയാൽ y എന്ത് ചെയ്യാം അല്ല സോറി y3 ചെയ്യാം. ഓക്കെ അപ്പോൾ ഇത് x1 y1 x2 y2 x3 y3 എടുത്താൽ ഈസി ആയിട്ട് ചെയ്യാലോ. x1 എന്ന് പറഞ്ഞാൽ 2 + x2 7 + x3 6/3 y1 3 y2 3 y3 0/3. ഓക്കെ അപ്പൊ എങ്ങനെ വരും? 7 2 9 15 15/3 3 3 6 6/3 15/3 5 6/3 2 5 2 സെൻട്രോയിഡ് കിട്ടി ഈസി ആയിട്ട് അല്ലേ. ഓക്കെ അടുത്തേക്ക് പോയല്ലോ. അടുത്ത ചോദ്യം എന്താ? വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 6 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 56 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. എന്താണ്? ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് 56 ആണ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? റൈറ്റ് ദീസ് ഇൻഫർമേഷൻസ് ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ തന്നിട്ടുള്ളതിന് ഒരു രണ്ടാംഗിന്റെ സമവാക്യം രൂപീകരിക്കുക തന്നിട്ടുള്ളത് വെച്ചിട്ട്. എന്നിട്ടോ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് സൈഡ്. എന്താണ്? ചെറിയ വശത്തിന്റെ നീളം കണ്ടെത്തുക. നമുക്ക് വേഗം ചെയ്യാം. എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിഗർ വരുമ്പോൾ ഞാൻ വരയ്ക്കുകയാണ് സാധാരണ ചെയ്ത്. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എന്താ പറഞ്ഞത്? ഒരു മട്ട ത്രികോണം ഉണ്ട് ആയിക്കോട്ടെ. അതിന്റെ ഷോർട്ടസ്റ്റ് സൈഡിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് മറ്റത്. ഓക്കെ അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് സൈഡിനെ x എടുത്താൽ ബിഗ്ഗസ്റ്റ് സൈഡ് എന്തായിരിക്കും? 6 ആയിരിക്കും. ഹൈപ്പോട്ന്യൂസ് ഇവിടെ കളിയിലേ ഇല്ല. അതെന്തുകൊണ്ടാ? പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞു, ലംബവശങ്ങൾ എന്ന് പറഞ്ഞു. ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ചേർന്ന് നിൽക്കുന്നതിന് 90 ഡിഗ്രിയുടെ അടുത്തുള്ളതിനാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ ഹൈപ്പോട്ന്യൂസ് കളിയിലേ ഇല്ല. അപ്പൊ എന്താ പറഞ്ഞേ? പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്നിനേക്കാൾ 6 കൂടുതലാണ് അടുത്തത് ആണല്ലോ. 1 x ആണെങ്കിൽ അതിനേക്കാൾ x-നേക്കാൾ 6 കൂടുതൽ x + 6 അല്ലെ. എന്നിട്ടോ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ പരപ്പളവ് കാണുക? ഏരിയ എങ്ങനെയാണ്? ഹാഫ് BH. അപ്പൊ ഹാഫ് BH എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 56 ആണ്. ആയിക്കോട്ടെ ഇവിടെ കേട്ടെ. ഇനിയോ ഏതാ B? ഇതാണ് B ബേസ് പാദം. ഇതാണ് H ഉയരം ഹൈറ്റ്. ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ വിളിക്കാം. പക്ഷെ ഇവിടെ H ആവുകൊണ്ട് H ഇട്ടു. ഓക്കെ ആണോ? ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഹാഫ് ഈ ഹാഫ് 1/2 അല്ലേ. ഹരിക്കണം 2 അല്ലേ. ഹരിക്കണം 2 ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് പോയാൽ ഇൻറ്റു 2. അപ്പൊ 1 × B × ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കേ 1/2 എന്നാണ്. 1/2 എന്ന് പറയുമ്പോൾ ബൈ 2 ഹരിക്കണം 2 അങ്ങോട്ട് പോയാൽ ഇവിടെ പിന്നെ 1 ഉണ്ട്. അവിടെ നോട്ടെ. ബിക്ക് പകരം നമുക്ക് x ഇടാം ആയിക്കോട്ടെ. ഇൻറ്റു എച്ചിന് പകരം x + 6. ആ x + 6 നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. എന്തുകൊണ്ടാ? അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നവരെ ബ്രാക്കറ്റ് ഇടണം, ഒരുമിച്ചുള്ളവരെ ബ്രാക്കറ്റ് ഇടണം.
ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് പോയാൽ മൾട്ടിപ്ലിക്കേഷൻ, ഹരണം ഇങ്ങോട്ട് വന്നാൽ ഗുണനം. 1 ഇൻറ്റു എക്സ് ഒന്നും സംഭവിക്കില്ല, എക്സ് തന്നെ. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു ആറ്, ആർ എക്സ് ഈക്വൽ ടു ഇത് രണ്ടും കുടിച്ചാൽ 112. എടുത്തല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. നമുക്ക് സ്ക്വയർ കിട്ടി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താ? രണ്ടാമത്തെ സമവാക്യം രൂപീകരിക്കുക. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സ്ക്വയർ അവിടെ വരുന്നോ അവിടെയാണ് രണ്ടാമത്തെ സമവാക്യം ഉണ്ടാവുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാവുന്നത്. സ്ക്വയർ വന്നത് ഇവിടെയാണ്. ആഡ് ആൻസർ കിട്ടി. ഇനി എന്താ പറഞ്ഞത്? ഷോർട്ടസ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ചെറിയ വശം. ചെറിയ വശത്തിന് നമ്മൾ എക്സ് അല്ല എടുത്ത് എക്സ് കണ്ടുപിടിക്കുക. ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ സ്ക്വയർ വന്നു. സ്ക്വയർ വന്നാൽ നമ്മുടെ ഫസ്റ്റ് ഒന്നാമത്തെ ലക്ഷ്യം എന്താ? ഈ സ്ക്വയറിനെ അപ്പുറത്ത് കൊണ്ടുവരണം. അഥവാ സ്ക്വയറിനെ പെട്ടെന്ന് അങ്ങോട്ട് ചാടിച്ച് റൂട്ടാക്കണം. പക്ഷെ സ്ക്വയറിനെ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കാൻ പറ്റുമോ? ഇവിടെ ഇല്ല, പറ്റില്ല. അതിന് ശല്യം ആരാ? ആർ എക്സ് ആണ്. ഇവിടെ ഈ ആർ എക്സ് ഇല്ല, അല്ലെങ്കിൽ സ്ക്വയറിനെ അപ്പുറത്തേക്ക് ചാടിച്ച് റൂട്ടാക്കാമായിരുന്നു. അതോടുകൂടി നമുക്ക് എക്സ് കിട്ടും. പ്രശ്നം തീർന്നാണ്. അപ്പൊ ഈ ആർ എക്സ് ആണ് ശല്യം അല്ലേ? അപ്പൊ എന്താ ചെയ്യുക? ആർ എക്സ് ശല്യമാണെങ്കിൽ ആ ആർ എക്സിനെ വിളിക്കുക, എന്നിട്ട് ഒന്ന് ഗുണദോഷിക്കുക. എങ്ങനെ? ആ ആറിന്റെ പകുതിയാണ് എടുക്കുക. അപ്പൊ ഓനെന്നാണ് സൈസ് ആവും. ആർ എക്സ് ആണ് ശല്യം, അപ്പൊ അവന്റെ പകുതി തണ്ടാണ് വിളിക്കുക അല്ലെ? ഓന്റെ ആ അതാണ് തീരട്ടെ അല്ലെ? ഹാഫ് ഓഫ് 6 എത്രയാണ്? 3 എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷന്റെ ഈക്വൽ ടു എന്നുള്ള എന്റെ സമവാക്യത്തിന്റെ രണ്ട് വശത്തും, ഈ വശം എങ്ങനെയാണ്? അപ്പുറത്തെ വശം 112 വരും അല്ലെ? ഇതിന്റെ രണ്ട് വശത്തും എന്ത് ചെയ്യുക? ഇപ്പൊ കിട്ടിയ 3ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 3a സ്ക്വയർ, ഇപ്പുറത്തും 3a സ്ക്വയർ, രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. ഇപ്പൊ എങ്ങനെ ആയില്ലേ? ഇനിയോ ആ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ടോ സ്ക്വയർ ഉള്ളവരെ മാത്രം എഴുതുക. സ്ക്വയർ ആർക്കൊക്കെ ഇല്ലേ? എക്സിനുണ്ട്, 3നുണ്ട്. എക്സ് സ്ക്വയർ കഴിഞ്ഞിട്ട് ഇവിടെ പോസിറ്റീവ് പ്ലസ് ആവുകൊണ്ട് നമ്മളും പ്ലസ്. രണ്ടിന്റെയും കൂടി സ്ക്വയർ പകരം ഒറ്റ സ്ക്വയർ. ഓക്കെ, 112 പ്ലസ് 3ന്റെ സ്ക്വയർ 9. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 121. ഇനി നമുക്ക് സ്ക്വയറിനെ അപ്പുറത്തേക്ക് ചാടിക്കാം. കാരണം ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളവരൊക്കെ സ്ക്വയറിന് കീഴിലാണ്. അത് നമ്മുടെ വിഷയമല്ല. ഇവിടെ ആരും ശല്യത്തിനില്ല, ഇവിടെ ആരും ശല്യത്തിനില്ല. അതുകൊണ്ട് ആ സ്ക്വയറിനെ അപ്പുറത്തേക്ക് ചാടിച്ചാൽ എന്താവും? റൂട്ടാവും. റൂട്ട് 121 അപ്പോ റൂട്ട് 121 എന്ന് പറഞ്ഞാൽ 11. അങ്ങനെ വരുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 11 പ്ലസ് 3 പോയാൽ -3 8. അപ്പൊ സ്മോളസ്റ്റ് സൈഡ് ചെറിയ വശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ആണ്. എക്സ് ആണ് ചെറിയ വശം, 8 കിട്ടി. മറ്റേ വശം എത്രയായിരിക്കും? 8 കൂടെ 6 കൂട്ടിയാൽ 14. വേണമെങ്കിൽ അതും കിട്ടും. ഓക്കെ ആണല്ലോ.